മൂവിയാണ് തലവൻ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് എനിക്ക്. കാരണം അത്ര കിടിലായിട്ട് ജിസേട്ടന് ഇതെടുത്തിട്ടുണ്ട്. സൺഡേ ഹോളിഡേ വിജയ് സൂപ്പർ എന്ന് പറഞ്ഞു ഇതേ ആൾ തന്നെയാണ് ഇത് എടുത്തതെന്ന് പറയുമ്പോൾ ആ ഡയറക്ടറിന്റെ വേഴ്സ്റ്റാലിറ്റി അത്രയും കാണിക്കുന്ന ഒരു സിനിമയാണ് തലവൻ. അത് മനസ്സിലാവും നമുക്ക് ഓരോരുത്തരുടെ തെറ്റും ശരിയും അല്ലെങ്കിൽ അതെല്ലാം ചർച്ച ചെയ്തു പോകുന്നൊരു സിനിമയാണ്. ഭയങ്കര നല്ല സിനിമ. മറ്റ് പോലീസ് സ്റ്റോറികളിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് എന്തെങ്കിലും? ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. ഇത് അവരായിട്ട് ഹൈപ്പ് ചെയ്യാനൊന്നും നോക്കുന്നില്ല. ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പോലീസുകാരെ കാണുന്ന പോലെ തോന്നും. അല്ലാതെ നമുക്ക് ആ ഒരു ഫീല് അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒട്ടും ഹൈപ്പപ്പായി അൺറിയലിസ്റ്റിക് ആയിട്ട് എടുക്കാൻ നോക്കിയിട്ടില്ല. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫിലിമായിട്ട് അത് അതിനേക്കാളും ഒരു ഡിഫറെൻറ്റ് സിനിമയാണ് ഇത്. അത് അയ്യപ്പനും കോശിയും വേറൊരു മൂടാണെങ്കിൽ ഇതിൽ രണ്ട് പോലീസുകാർ തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ഒരു ഫൈറ്റ് അല്ലേ, ഇഗോ ക്ലാഷാണ്. പക്ഷെ അത് ഭയങ്കര നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഞാനൊന്ന് ജിസേട്ടനെ കണ്ടിട്ട് യൂഷ്വലായിട്ട് കാണുന്ന ജിസ്റ്റു ഈ മൂവീസിനെ കഴിഞ്ഞ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. പിന്നെ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ട്വിസ്റ്റൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ബിജു മേനോൻ സാറും നന്നായിട്ട്. ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര പക്ക കാസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു കോമ്പിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കാത്തായിരുന്നു. അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിൻ്റെ ഒരു ഏരിയ വന്നപ്പോഴത്തേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരുന്നു. സൈക്കോ ത്രില്ലർ പോലെ. പടം ഒരു പക്ക ഇൻവെസ്റ്റിഗേറ്ററിലാണ്. ജിസ്റ്റോയുടെ പടമാണെന്ന് നമ്മൾ പറയില്ല. കാരണം കുറേ പേര് ലൈക്ക് ജിസ്റ്റോയുടെ പടം പറയുമ്പോൾ ഒരു നന്മ എലമെൻറ്റ് പ്രതീക്ഷിക്കും. അത് പക്ക ഒരു ത്രില്ലർ എലമെൻ്റാണ്. ആൻഡ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ കുറേ പേര് അയ്യപ്പൻ കോശി വഴിപടിച്ചു. ആ ഒരു സെയിം സെറ്റപ്പാണ്. പക്ഷേ രണ്ടുപേരും ഈഗോ ക്ലാഷിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ത്രില്ലർ എലമെൻ്റാണ്. ഒരു ക്രൈം നടക്കുന്നു അതിനുള്ളത്. പിന്നെ ഓവർ ദ ടോപ്പ് ആക്ഷനോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ക റിയലായിട്ട് എടുത്തിരിക്കുന്നത്. ആസിഫ് അലി ബിജു മേനോൻ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ പ്രശ്നം അത്യാവശ്യം സാറ്റിസ്ഫൈഡാണ്. എനിക്ക് തോന്നുന്നു കുറച്ചാൾക്ക് ശേഷം ആസിഫ് അലിയുടെ ഒരു നല്ലൊരു മൂവിയായിരുന്നു. ഇത് രക്ഷപ്പെടുത്തില്ല. 25 മൂവി. കാരണം ഒരു വാലിഡ് റീസൺ ഉണ്ട്. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്. ആൻഡ് സെക്കൻഡിലേക്ക് ഒരു ചെറിയ ലീഡുണ്ട്. ആസിഫിന്റെ കുറേ നാൾക്ക് ശേഷമുള്ള ഏറ്റവും നല്ലൊരു പടമായിരിക്കും. ഒരു ഹിറ്റ് ആവേണ്ട ഒരു പടമാണ്. കാരണം നല്ലൊരു മൂവിയാണ് ഫീൽ ചെയ്തത്. ഈ ആസിഫും ബിജു മേനോനും വരുന്ന എല്ലാ പടങ്ങളും ഒട്ടുമിക്ക നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര ഹിറ്റാണ്. ഒരു റാപ്പുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇതിനകത്താണ്. പക്ഷേ ഞാൻ തന്നെ ഒരു ഫ്രണ്ട്സ് അല്ല. രണ്ട് സൈഡിലുള്ള ആൾക്കാർ. സോ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഈ ഡയലോഗുകൾ പഞ്ച് ഡയലോഗ് അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞ ഒരു പക്ക റിയലായിട്ടാണ് കുറച്ചുണ്ടായിരുന്നത്. സോ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു മാസ് ഫീലൊന്നുമില്ല. സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്ററാണ്. മാസ് പ്രതീക്ഷ ആസിഫിലെ 2-3 നൈസ് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതൽ ഒരു പക്ക റിയലായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്ററായിട്ടാണ്. അടിപൊളിയാണ്. ത്രില്ലറാണ്. തിയേറ്ററിൽ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു പടം? തിയേറ്ററിൽ കണ്ടിട്ട് കഥയുടെ ഒരു ഔട്ട്ലൈൻ എങ്ങനെയാണ് കഥ എന്നാണ് ആദ്യം അറിഞ്ഞിരുന്നത്. ഇതിൻ്റെ മേക്കിംഗ് ഇങ്ങനെയായിരിക്കും ഒരിക്കലും വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്ന വളരെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. വളരെ രസകരമായിട്ട് ജിസ്മോൻ അത് ചെയ്തിട്ടുണ്ട്. ജിസ്മോൻ്റെ സിനിമകൾ ഇങ്ങനെയാണ് എന്ന് മുൻധാരണയുള്ളവർക്കുള്ള ഒരു വലിയ മറുപടി എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയ പടമാണ്. 2.5 മണിക്കൂർ സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു ത്രില്ലറാണ്. താങ്ക് യു. ഷൂട്ടിംഗ് സമയത്ത് ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഷൂട്ടിംഗ് സമയത്ത് വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തൊരു പടമാണ്. ഒരുപാട് ടൈം എടുത്ത് വർക്ക് ചെയ്തൊരു പടമാണ്. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു 6 വട്ടം 7 വട്ടം കണ്ട് പോയി വന്നു ഈ പടത്തിന് വേണ്ടിയിട്ട്. കണ്ണൂർ ഭാഗത്തായിരുന്നു എൻ്റെ ഷൂട്ടൊക്കെ. അപ്പം വളരെ പ്ലാൻഡായിട്ട് അതുപോലെ മേക്കിങ്ങിനാണെങ്കിലും എഡിറ്റിങ്ങിനാണെങ്കിലും ഒരുപാട് ജിസ്മ ശ്രദ്ധിച്ച് എടുത്തൊരു പടമാണ്. അതിൻ്റെ എല്ലാ ഔട്ട്പുട്ടും കിട്ടിയിട്ടുണ്ട്. സക്സസ് ആണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ്.